തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. തെരുവ് നായശല്യം പരിഹരിക്കാനും പൊതുജന ആരോഗ്യത്തിനുള്ള പ്രത്യേക പദ്ധതികളും പ്രകടന പത്രികയിലുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ആശ്രയ പദ്ധതിയും പത്രികയിൽ ഉൾപ്പെടുത്തി. വന്യജീവി ആക്രമണം തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകാനുള്ള പദ്ധതികളും പത്രികയിലുണ്ട്. പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഐക്യ ജനാധിപത്യ മുന്നണി 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് അതുണ്ടാക്കിയ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും തെറ്റുകളെയും ശരികളെയും എല്ലാം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം നടത്തുന്ന ഒരു പ്രകടന പത്രികയാണ്. ഇതിൽ നടപ്പാക്കാൻ പറ്റാത്ത യാതൊന്നും കൊള്ളിച്ചിട്ടില്ല. പൂർണ്ണമായി ബോധ്യമുള്ള നടപ്പാക്കാൻ പറ്റുമെന്ന് ഉത്തമ വിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മൂസന വിവരങ്ങൾ നൽകും. മൂസന, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് UDF ജനങ്ങൾക്ക് നൽകുന്നത്? ദിവ്യ, പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു വിപുലമായ ഒരു പ്രകടന പത്രിക തന്നെയാണ് UDF പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വെറും വാക്കല്ല. അതായത് അവർ പറയുന്ന വാഗ്ദാനം അനുസരിച്ച് കൂടുതൽ ഫണ്ട് ഈ താഴെത്തട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് നൽകുക വഴി ഈ പറഞ്ഞ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിരവധി പദ്ധതികൾ വലിയ രീതിയിൽ അത് നടപ്പിലാക്കുമെന്നുള്ള വാഗ്ദാനം തന്നെയാണ് UDF പ്രകടന പത്രികയിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഈ അടുത്ത കാലങ്ങളിൽ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള പല പരിഹാരങ്ങളും ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം അതിലൊക്കെ പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ ജനകീയ പദ്ധതികളായ ആശ്രയ, അതുപോലെ തന്നെ ഓപ്പറേഷൻ അനന്ത, അത് ഈ വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കാനുള്ള വളരെ വിപുലമായൊരു പദ്ധതിയായിരുന്നു. ഇതൊക്കെ തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് UDF നടത്തുക. അതുപോലെ തന്നെ നിരവധിയായ പദ്ധതികൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ആശാ വർക്കർമാർക്ക് 2000 രൂപ പ്രതിമാസ അലവൻസ് നൽകുമെന്നുള്ളൊരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനമുണ്ട്. അതുപോലെ തന്നെ തീരദേശ പരിചരണത്തിന്, അതുപോലെ തെരുവ് നായ ശല്യം, അതുപോലെ വന്യജീവി ആക്രമണം, ഈ ഒരു കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ളൊരു പരിഹാര മാർഗം വിവിധ പദ്ധതികൾ കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരം നൽകുന്ന ഒരു പദ്ധതി തന്നെയാവും ഉണ്ടാവുക. അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്ന നിരവധി പദ്ധതികൾ, ഭവന നിർമ്മാണം, തൊഴിലുറപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കും. അതുപോലെ തന്നെ പൊതുജനാരോഗ്യ പദ്ധതികൾ, അത് നിലവിൽ പലയിടത്തും താറുമാറായി കിടക്കുകയാണ്. അത് വളരെ ഭംഗിയായി തന്നെ അത് കൂടുതൽ പദ്ധതി വഴി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് 2000 രൂപയുടെ പ്രതിമാസ അലവൻസ് വർദ്ധിപ്പിക്കും എന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ UDFന്റെ പ്രകടന പത്രികയിലുണ്ട്. മൂസന ആണ് വിവരങ്ങൾ നൽകിയത്.